നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് നമുക്ക് ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 3 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. കർണാടക റിസർവേഷൻ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. റീസെന്റ് ഒരുപാട് നിങ്ങൾ വാർത്തയിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കർണാടകം ഈയിടയ്ക്ക് പറഞ്ഞ എംപ്ലോയ്മെന്റ് ബില്ലിനെ കുറിച്ച് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. റിസർവേഷൻ ബില്ലാണ്. തൊഴിലിടങ്ങളിലെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. എസ്പെഷ്യലി മാനേജറിംഗ് പോസ്റ്റുകളിലേക്ക് ഇനി മുതൽ കമ്പനികളൊക്കെ തന്നെ അപ്പോയിന്റ്മെന്റ് നടത്തുമ്പോഴേക്കും 50% ഈ പറഞ്ഞ പോലെ കർണാടക ഡൊമൈസിലായിട്ടുള്ള ആളുകൾക്ക് റിസർവ്ഡ് ആണ്. അതേപോലെ നോൺ മാനേജറൽ പോസ്റ്റുകളാണ് ആ റിസർവേഷൻ 70% ആക്കണമെന്നുള്ള രീതിയിലേക്ക് ബില്ലുകളൊക്കെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാടധികം തർക്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വാർത്തയിൽ നടക്കുന്നുണ്ട്. അപ്പം വിശദമായിട്ടും എന്താണല്ലേ, എങ്ങനെയാണ് ആക്ച്വലി ഇത് ഇങ്ങനൊരു ബില്ല് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ട് മാറുന്ന തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 പെർസ്പെക്റ്റീവിലാണ്. കാരണം ഗവേണൻസ് റിലേറ്റഡ് ആയ ടോപ്പിക് ആയതുകൊണ്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടോപ്പിക് ടാക്സേഷൻ ഓഫ് മിനറൽ റിച്ച് ലാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിളാണ്. ഈ മിനറൽ റിച്ച് ലാൻഡുകളിലെ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. ഐ മീൻ ആക്ച്വലി 1989 സുപ്രീം കോടതിയുടെ വെർഡിക്റ്റിനെ റീകറക്റ്റ് ചെയ്യുന്ന, മീൻസ് അന്ന് പ്രഖ്യാപിച്ച വിധിയെ റീകറക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ മറ്റൊരു വിധി, 9 അംഗ ബെഞ്ചാണ് ഈ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അത് ടാക്സേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തെ ടോപ്പിക് നമ്മുടെ റീസെന്റ് ബഡ്ജറ്റ് ഒക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട്. ബഡ്ജറ്റിനകത്ത് ഈ വർഷം ഇപ്പം കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, മെയിൻ ഇമ്പോർട്ടന്റ് ഫോക്കസ് ഏരിയക്കകത്ത് ഒരെണ്ണം എന്ന് പറയുന്നത് സ്കിൽ അപ്ഡേഷൻ ആണ്. എസ്പെഷ്യലി നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളുടെ ഇടയിൽ എംപ്ലോയ്മെന്റ് വർദ്ധിക്കാനായിട്ട് അവർക്ക് സ്കിൽ അപ്ഡേഷൻസിനുള്ള സഹായങ്ങൾ പ്രഖ്യാപിക്കുന്നുള്ള കാര്യം ബഡ്ജറ്റിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്കീമാണ് മോഡൽ സ്കിൽ ലോൺ സ്കീം. അതായത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്കീമാണ്, ബട്ട് ഇതിന്റെ ഒരു കറക്റ്റഡ് വേർഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് വേർഷൻ ഇപ്പോൾ സർക്കാർ ലോഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതും ഗവർണൻസ് പെർസ്പെക്റ്റീവ് വന്നിരിക്കുന്നതാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും നമ്മൾ എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നത്. ഇനി എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ലാസ്റ്റ് ഈ ടോപ്പിക്കിൽ നിന്നും ഫിലിംസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയേണ്ട സെഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഫസ്റ്റ് ടോപ്പിക് എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിൾ ആണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർണാടക ബിൽ ഇസ് എ സിംറ്റം ഓഫ് ലാർജർ പ്രോബ്ലം എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കുന്നത്. സോ ഇതിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇപ്പൊ നമുക്ക് ഓൾറെഡി തന്നെ അറിയാം. ഇത് ഗവൺമെന്റ് മീൻസ് ഈ പറഞ്ഞ കർണാടക ഗവൺമെന്റ് അവിടെ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, എസ്പെഷ്യലി പ്രൈവറ്റ് മേഖലയിലെ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നടത്തേണ്ടുന്ന റിസർവേഷൻസിനെ കുറിച്ചാണ് പറയപ്പെടുന്നത്. ഇതിന്റെ ഷോർട്ടിലാണ് കർണാടക റിസർവേഷൻ ബിൽ എന്നറിയപ്പെടുന്നത്. ആക്ച്വലി ഈ ഒരു ബില്ലിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം അല്ലെങ്കിൽ ഫുൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻ ദ ഇൻഡസ്ട്രീസ് ഈ പറഞ്ഞ പോലെ ഫാക്ടറീസ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ 2024 എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ പൂർണ്ണ രൂപം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു ബില്ലിനകത്ത് കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി മുതൽ ഇവിടെ പ്രൈവറ്റ് കമ്പനികളൊക്കെ തന്നെ മാനേജ്മെന്റ് പോസ്റ്റുകളിലേക്ക്, മീൻസ് മാനേജറിയൽ പോസ്റ്റുകളിലേക്ക് അപ്പോയിന്റ്മെന്റ് നടത്തുമ്പോഴേക്കും 50% റിസർവേഷൻസ് പാലിച്ചിരിക്കണം. അതായത് ഇനി മുതൽ ഇപ്പം ഒരു കമ്പനി 100 മാനേജർമാരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അതിൽ 50 മാനേജർമാര് എവിടെയുള്ളവരായിരിക്കണം? കർണാടകത്തിലുള്ളവരായിരിക്കണം. അവരവിടെ സ്ഥിരതാമസം ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവിടെ ജനിച്ച ആളുകൾ, അങ്ങനെ ഒരു കണ്ടീഷൻ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ നോൺ മാനേജറൽ പോസ്റ്റുകളിലേക്കുള്ള അപ്പോയിന്റ്മെന്റ്, ഇപ്പം ക്ലറിക്കൽ പോസ്റ്റുകൾ അല്ലെങ്കിൽ പ്യൂൺ പോസ്റ്റുകൾ, അങ്ങനെ നോൺ മാനേജറൽ പോസ്റ്റുകളിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ ഈ റിസർവേഷൻ 70% ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ കർണാടക റിസർവേഷൻ ബിൽ എന്നുള്ള ഷോർട്ടിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻ ദ ഇൻഡസ്ട്രീസ് ഫാക്ടറീസ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ 2024 എന്നറിയപ്പെടുന്നു. അപ്പൊ ആക്ച്വലി ഈ ഒരു പോയിന്റ് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് തീർച്ചയായിട്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമുക്ക് ഇന്ത്യൻ സിറ്റിസൺസ് ഒക്കെ നൽകിയിരിക്കുന്ന ഒരു ഈ പറഞ്ഞ പോലെ അധികാരമാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 19 പ്രകാരം നമുക്ക് ഇന്ത്യയിലെ ഏതൊരു സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് പോയി താമസിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. എക്സെപ്ഷൻസ് ഉണ്ട്, കുറച്ച് സ്ഥലങ്ങളുണ്ട്. പറയുവാണെങ്കിൽ ഇന്നർ ലൈൻ പെർമിറ്റ് എന്നൊക്കെ പറയുന്ന 1-2 പ്രൊവിഷൻസ് എക്സെപ്ഷൻസ് ഉണ്ട്. എസ്പെഷ്യലി നോർത്തിലേക്കൊക്കെ ചെല്ലുമ്പോഴേക്കും ചില സ്ഥലങ്ങളിൽ ഈ ഒരു എക്സെപ്ഷൻ നമുക്ക് കാണാം. എന്നാലും ഏറെക്കുറെ ഈ ഒരു എക്സെപ്ഷൻസ് ഇല്ലാത്ത ഇന്ത്യയിലെ ഏതൊരു സ്ഥലത്തും നമുക്ക് താമസിക്കാനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ ജോലി ചെയ്യാനുള്ള അവകാശവും നമുക്കുണ്ട്. അതൊക്കെ നമുക്ക് ആർട്ടിക്കിൾ 19 നൽകുന്നത്. അപ്പൊ ഇപ്പം ഈ ഒരു പോയിന്റ് വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ കർണാടക ബില്ല് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 ഈ പറഞ്ഞ ലംഘിക്കുന്ന ഒരു ബില്ലായിട്ട് നമുക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റേതൊക്കെ ആർട്ടിക്കിൾസിന്റെ ലംഘനം എന്നുള്ള കാര്യം വിശദമായിട്ട് നമുക്ക് അടുത്ത ആർട്ടിക്കിൾസിൽ പഠിക്കാം. സോ എന്തായാലും ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു ബില്ലിനകത്ത് വിധി പറയുന്ന ലോക്കൽ കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, 50% ലോക്കൽ കാൻഡിഡേറ്റ്സിന്റെ റിസർവ് ആണ്, 70% ലോക്കൽ കാൻഡിഡേറ്റ്സ് റിസർവ് എന്ന് പറയുമ്പോഴേക്കും എന്താണ് ഈ ലോക്കൽ കാൻഡിഡേറ്റ്സിനോട് ഇവർ ഉദ്ദേശിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഹി ഓർ ഷീ ഷുഡ് ബി ബോൺ ഇൻ കർണാടക ആയിരിക്കണം, ദെൻ ഡൊമൈസൈൽഡ് ഇൻ കർണാടക ഫോർ 15 ഇയേഴ്സ്, കഴിഞ്ഞ 15 വർഷമായിട്ട് കർണാടക തന്നെ താമസിച്ച ആൾക്കാരായിരിക്കണം. Then he or she should have a better provision in speaking, reading and writing കന്നഡ ഭാഷ എഴുതാനും വായിക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനായിട്ടും നല്ല പ്രാഗൽഭ്യമുള്ള വ്യക്തി കൂടിയായിരിക്കണം. സോ ഇത്രയാണ് ഇവർ ഈ ലോക്കൽ കാൻഡിഡേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി നിങ്ങൾക്കൊന്നും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള റിസർവേഷൻസ് ഒക്കെ തന്നെ എന്തിനാണ് ആക്ച്വലി കൊണ്ടുവരുന്നത്. അതായത് ഇപ്പൊ ശരിയാണ് കർണാടക എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണ്. എല്ലാ തരത്തിലും സർവീസ് സെക്ടറും മാനുഫാക്ചറിംഗിലൊക്കെ തന്നെ ഒരുപാട് കമ്പനികൾ ഈ പറഞ്ഞ പോലെ കർണാടകത്തിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു IT ഹബ്ബ് തന്നെയാണ് കർണാടക.
ബാംഗ്ലൂർ എന്ന് പറയുവാണെങ്കിൽ. സോ ഇവിടങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ കർണാടകത്തിലെ ജനങ്ങൾ നോക്കുമ്പോൾ അവർക്കൊന്നും അവിടെ കൂടുതലായിട്ട് ജോലി കിട്ടുന്നില്ല. അവിടെ ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയുള്ള തൊഴിലവസരങ്ങളൊക്കെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് കൂടുതൽ അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മളത് ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ കർണാടക ഗവൺമെന്റ് അല്ലെങ്കിൽ അവരുടെ ലോക്കൽ ഈ പറഞ്ഞ പോലെ അവരുടെ സ്വന്തം ഈ പറഞ്ഞ പോലെ കുറച്ച് പോരായ്മകളാണ് അതിന്റെ കാരണം എന്ന് പറയുകയാണെങ്കിൽ. ഒന്നെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ സെക്ടറിലെ ഡെവലപ്മെന്റ് ഇല്ലായ്മ കൊണ്ടാകാം, അല്ലെ? അതുകൊണ്ടാകാമല്ലോ ഈ പറഞ്ഞ അത്തരത്തിൽ നല്ല നല്ല കമ്പനികൾ വന്നിട്ടും കൂടുതൽ തൊഴിലുകൾ ചെയ്യാനായിട്ട് പുറത്തുനിന്നുള്ള ആളുകളെയാണ് പുറത്തുനിന്നുള്ള കുട്ടികളെയാണ് അവർ കൂടുതലായിട്ടും എടുക്കുന്നത്. മെയിൻലി അവിടുത്തെ എഡ്യൂക്കേഷൻ സെക്ടറിലെ പോരായ്മകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആ പോരായ്മകൾ മറയ്ക്കാനായിട്ട് കർണാടകത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ അവിടെ കിട്ടുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഇപ്പോൾ ഇങ്ങനെയുള്ള ബില്ലുകളൊക്കെ തന്നെ അവതരിക്കപ്പെടുന്നത്. അത് ഈ സർക്കാർ എന്നല്ല, ഓരോ ടൈമിലും ഏതെങ്കിലും ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രൊവിഷൻസ് മറച്ചു വെക്കാൻ തന്നെയായിരിക്കും. അപ്പൊ ആക്ച്വലി അതല്ല പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് കർണാടകത്തിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ആളുകൾ വന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ചില പോരായ്മകൾ കൃത്യമായിട്ടുണ്ട്. അത് പരിഹരിക്കാനായിട്ടായിരിക്കണം കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴേക്കും ഇറ്റ് ലീഡ്സ് ടു വയലേഷൻസ് ഓഫ് സെവറൽ കൈൻഡ്സ് ഓഫ് ആർട്ടിക്കിൾസ് ഇൻ അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന് എക്സാമ്പിൾ ആണ് ആർട്ടിക്കിൾ 19 ലംഘനമായിട്ട് തന്നെ പറയാൻ പറ്റും. ഇനി ഇതിനു മുമ്പ് നമുക്ക് എക്സാമിന് ആവശ്യം വരും. ഇനി മീൻസിനൊക്കെ ഒരു പോയിന്റ് എഴുതുമ്പോഴേക്കും ഇതിനു മുമ്പ് ഏതെങ്കിലും ഇന്ത്യയിലെ ഗവൺമെന്റ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. 2020 ഹരിയാന സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ആക്ട് 2020 എന്ന് പറഞ്ഞുകൊണ്ടൊരു ബില്ല് ഹരിയാന ഗവൺമെന്റ് ഇതിനു മുമ്പ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇവർ 75% കർണാടക ഹരിയാന ഡൊമൈസൽസ് ആയിട്ടുള്ള ആളുകൾക്ക് അവിടുത്തെ പ്രൈവറ്റ് സെക്ടർ ജോലികളിൽ 75% റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട് ഈ പറഞ്ഞ പോലെ അതും ചെയ്തിട്ടുണ്ട്, ക്വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് റദ്ദാക്കി കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ബിക്കോസ് ഇത് ആർട്ടിക്കിളിന്റെ ലംഘനമാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധമാണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. അത് തന്നെയാണ് ഇപ്പം ഏതൊക്കെ ആർട്ടിക്കിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്? ഗ്യാരണ്ടീസ് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഇക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും ജനങ്ങൾക്ക് നൽകുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുവാണെങ്കിൽ. അപ്പൊ ഇങ്ങനെയുള്ള ജോബുകളൊക്കെ നമ്മൾ ഒരു പർട്ടിക്കുലർ ആളുകൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെക്കുമ്പോൾ അവിടെ ഇക്വാലിറ്റി വരെ നടപ്പാകുമോ? ഇല്ല. സോ റിസർവേഷൻ ഫോർ ലോക്കൽസ് കുഡ് ക്രിയേറ്റ് അൺഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ നോൺ ലോക്കൽസ്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരു അൺഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, വയലേറ്റിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി. സോ ആർട്ടിക്കിൾ 14 വിരുദ്ധമാണ് കർണാടകത്തിന്റെ ഈ ബില്ല് എന്ന് പറയുകയാണെങ്കിൽ. ഇനി രണ്ടാമത്തെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 ബേസിക്കലി പറയുന്നത് ഇറ്റ് പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ഇവിടെ നമ്മൾ ഏതിന് ലംഘിക്കുന്നുണ്ട്? പ്ലേസ് ഓഫ് ബർത്ത് ലംഘിക്കുന്നില്ല. കാരണം കർണാടകത്തിൽ ജനിച്ച വ്യക്തികളായിട്ടാണ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് ഇവർ കണക്കാക്കുന്നത്. സോ ഇവിടെ പ്ലേസ് ഓഫ് ബർത്ത് മറ്റ് സംസ്ഥാനത്തിലെ കുട്ടികൾക്ക് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് നമുക്ക് പറയാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഓൾസോ വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 15. Then ആർട്ടിക്കിൾ 16 പറയുന്ന ensures equality of opportunity for all citizens in matters related to employment or appointment to any office under the state. അപ്പോൾ ഇവിടെ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പോയിന്റ് ആയതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനത്തിലെ കുട്ടികൾക്ക് ഒരു ഇക്വാളിറ്റി ഇവിടെ നടപ്പാക്കുന്നില്ലാത്ത കാരണം ദിസ് ബിൽ ക്യാൻ ബി സെറ്റ് ടു ബി വയലേറ്റിംഗ് ആർട്ടിക്കിൾ 16 ഓൾസോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 19 വയലേഷൻ തന്നെയാണ്. കാരണം ആർട്ടിക്കിൾ 19 പ്രകാരമാണ് നമുക്ക് ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് എക്സംഷൻസ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് താമസിക്കാനായിട്ടോ ജോലി ചെയ്യാനായിട്ടോ ഒക്കെയുള്ള നമുക്ക് ഫ്രീഡം ഈ പറഞ്ഞ പോലെ ആ ഒരു റൈറ്റ് നൽകുന്ന ആർട്ടിക്കിൾ 19 ഉണ്ട്. അപ്പൊ ഈ കർണാടകത്തിന്റെ ഈ ബില്ലിലൂടെ ലംഘിക്കപ്പെടുന്ന ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ്? ആർട്ടിക്കിൾ 14, 15, 16, 19. നാളെ അപ്പൊ ഈ ഒരു രീതിയിൽ ഇതിൽ നിന്നൊരു ചോദ്യം പ്രിമിസിന് എക്സ്പെക്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ പ്രതീക്ഷിക്കാം. റീസെന്റ് നമ്മൾ വാർത്തയിൽ കണ്ട ഈ ഒരു കർണാടക എംപ്ലോയി റിസർവേഷൻ ബില്ല് താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ ആർട്ടിക്കിൾസിനെയാണ് വയലേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ഇതിന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഈ ഒരു ഹെഡ്ലൈൻ വെച്ചുകൊണ്ട് തന്നെ മെയിൻസിന്റെ ഒരു ചോദ്യമായിട്ട് ഇതിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഇത് നമ്മുടെ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്റ്റേറ്റ്സ് ഹാവ് അൺലിമിറ്റഡ് റൈറ്റ്സ് ടു ടാക്സ് മിനറൽ റിച്ച് ലാൻഡ്സ്, സെയ്സ് സുപ്രീം കോർട്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞു ഈ ഒരു ഇപ്പോൾ റീസെന്റ് ഇപ്പോൾ സുപ്രീം കോടതി ഒരു 9 ജഡ്ജ് ബെഞ്ചാണ് വിത്ത് ദ മജോറിറ്റി ഓഫ് 8:1. അതായത് 9 അംഗ ജഡ്ജ് ബെഞ്ചിൽ 8 പേര് അനുകൂലിച്ചിട്ടാണ് ഇപ്പോൾ തീരുമാനമായത്. മീൻസ് മജോറിറ്റി ആണ് എടുക്കുന്നല്ലോ. സുപ്രീം കോടതിയിലൊക്കെ ആണെങ്കിൽ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും അത് മജോറിറ്റിയെ സൂചിപ്പിക്കുന്നത്. മജോറിറ്റി ജഡ്ജിമാർ ഏത് ഡിസിഷനോടൊപ്പമാണെന്ന് അതാണ് ഫൈനൽ ഡിസിഷൻ ആയിട്ട് വരുന്നത്. ഇത് 9 ജഡ്ജ് ബെഞ്ചിൽ 8:1 മജോറിറ്റിയിൽ പാസ്സായ ഒരു കേസാണ്. ഈ ഒരു കേസ് മെയിൻലി ഈ പറഞ്ഞ പോലെ ചർച്ച ചെയ്യപ്പെടുന്നത് മൈൻസ് ആൻഡ് മിനറൽസ് ആക്ടിനെ കുറിച്ചാണ്. എസ്പെഷ്യലി മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1957 ആണ് ഇതിന്റെ ഫസ്റ്റ്. ഈ മൈൻസ് ആൻഡ് മിനറൽസ് റെഗുലേഷന്റെ ഫസ്റ്റ് ആക്ട് 1957 അത് കഴിഞ്ഞ് ഒരുപാട് അമെന്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. 1989 ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ 2004 ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. റീസെന്റ് പറയാൻ 2023 വന്നിട്ടുണ്ട്. ക്രിട്ടിക്കൽ മിനറൽസിനെ കുറിച്ചിട്ടാണ് മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 2023 മെയിൻലി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് 2023 കുറിച്ചിട്ടല്ല മെയിൻലി ചർച്ച ചെയ്യപ്പെടുന്നത് ഈ 89-ന്റെയും അതേപോലെ 2004-ലെയും 57-ന്റെയും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് മെയിൻലി ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ
നമ്മുടെ നാട്ടിലെ മൈൻസിനെയും മിനറൽസിന്റെയും ഡെവലപ്മെന്റ് റെഗുലേഷൻ ആക്ട് ആണ് MMDR ആക്ട് 1957 എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലേക്ക് വെച്ചേക്കുക. ഓക്കെ. അപ്പോൾ ആക്ച്വലി ഈ ഒരു ഇന്ന് വന്നിരിക്കുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിനകത്ത് ഞാൻ തുടക്കത്തിലെ പറഞ്ഞില്ലേ വെർഡിക്റ്റ് കറക്റ്റ് എന്നുള്ളത്, അത് 1989 സുപ്രീം കോടതി ഒരു വെർഡിക്റ്റ് ഉണ്ടായിരുന്നു. ആ വെർഡിക്റ്റിനെയാണ് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതി വീണ്ടും റീകറക്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അന്ന് പ്രഖ്യാപിച്ച സാധനം ഇൻകറക്റ്റ് ആണെന്നുള്ള കാര്യം സുപ്രീം കോടതി പറയും. അപ്പോൾ ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി ആ ഒരു മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് റെഗുലേഷൻ ആക്ട് 1957 ഷോർട്ട് ആയിട്ടുള്ള കാര്യം പറയാം. ഇറ്റ്സ് എ പിവട്ടൽ ലെജിസ്ലേഷൻ ഇന്ത്യ ഗവേണിംഗ് ദ മൈനിങ് സെക്ടർ. മൈനിങ് സെക്ടർ, ഇന്ത്യയിലെ മൈനിങ് സെക്ടർ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ലെജിസ്ലേഷൻ ആണ് ഈ MMDR ആക്ട് ഓഫ് മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് റെഗുലേഷൻ ആക്ട് 1957 എന്ന് പറയുകയാണ്. ആൻഡ് ദിസ് ആക്ട് ഹാസ് അണ്ടർഗോൺ മൾട്ടിപ്പിൾ അമെൻഡ്മെന്റ്സ് ടു അഡ്രസ് എമർജിംഗ് നീഡ്സ് ആൻഡ് ചലഞ്ചസ് ഇൻ ദ മിനറൽ സെക്ടർ, എൻഷുറിംഗ് ഇറ്റ്സ് അലൈൻമെന്റ് വിത്ത് നാഷണൽ എക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി. കാലാകാലങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ മാറ്റങ്ങൾ അനുസരിച്ച് ഒരുപാടധികം അമെൻമെന്റുകൾ ഈ ഒരു ആക്ടിനകത്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ വർഷങ്ങളൊക്കെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി 1957 ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ആക്ട് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊട്ടിട്ട് 57 തൊട്ടിട്ട് ഇവിടെ ഈ മൈനുകൾ അല്ലെങ്കിൽ ക്വാറിയൊക്കെ തന്നെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് പിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഗവൺമെന്റുകളും ടാക്സ് പിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 89 സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ചിന്റെ കാര്യം നമ്മൾ റൂളിംഗ് എന്ന് മനസ്സിലാക്കി നോക്കാം. 89 വന്ന സുപ്രീം കോടതിയുടെ റൂളിംഗ് ആണ്. സെൻട്രൽ ഹാസ് എ പ്രൈമറി അതോറിറ്റി ഓവർ മൈനിങ് റെഗുലേഷൻ ആൻഡ് അണ്ടർ ദ Mines and Minerals Development and Regulation Act 1957 under Entry 54 of യൂണിയൻ ലിസ്റ്റ്. അത് ഇത്ര പറഞ്ഞത് Entry 54 ഓഫ് യൂണിയൻ ലിസ്റ്റ് പ്രകാരം ഇവിടുത്തെ മൈനുകളുടെ ഒക്കെ തന്നെ പ്രൈം അതോറിറ്റി ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണെന്നുള്ള കാര്യം സുപ്രീം കോടതി എടുത്തു പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, സ്റ്റേറ്റ്സ് ആർ പെർമിറ്റഡ് ഓൺലി ടു കളക്ട് റോയൽറ്റീസ് കളക്ട് ചെയ്യാൻ മാത്രമാണ് ആർക്ക് അധികാരം നൽകിയിരിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ആൻഡ് നോട്ട് ടു ഇമ്പോസ് അഡീഷണൽ ടാക്സുകൾ. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആകെപ്പാടെ കൊടുത്തിരിക്കുന്ന ഈ മൈനുകളിൽ നിന്ന് അല്ലെങ്കിൽ ക്വാറികളിൽ നിന്നുള്ള റോയൽറ്റികൾ കളക്ട് ചെയ്യാം. അപ്പം എന്താണ് റോയൽറ്റിയും എന്താണ് ടാക്സും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഞാൻ അടുത്ത ഇതിൽ പറഞ്ഞുതരാം. സോ ഇപ്പം മനസ്സിലാക്കുക, ഈ ഒരു വെർഡിക്റ്റിനകത്ത് പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് എന്ത് മാത്രം അധികാരം ഉണ്ടായിരുന്നുള്ളൂ? റോയൽറ്റികൾ കളക്ട് ചെയ്യാൻ മാത്രം അധികാരം ഉണ്ടായിരുന്നുള്ളൂ. നോട്ട് ടു ഇമ്പോസ് അഡീഷണൽ ടാക്സ്. അപ്പോൾ ടാക്സുകൾ ടാക്സുകൾ കളക്ട് ചെയ്യാനുള്ള അധികാരം ആർക്ക് മാത്രമാണെന്ന് പറഞ്ഞത്? സെൻട്രൽ ഗവൺമെന്റിന് മാത്രമാണെന്നുള്ള കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ പിന്നെ രണ്ടാമതായിട്ട് വന്നൊരു കേസാണ് 2004 ഒരു 5 അംഗ ബെഞ്ച്, സുപ്രീം കോടതിയുടെ ജഡ്ജ് ബെഞ്ച് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. 89 പ്രഖ്യാപിച്ച ആ വിധിയിൽ ചെറിയൊരു ടിപ്പോഗ്രാഫിക്കൽ എറർ കയറി വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് റോയൽറ്റീസ് വെയർ നോട്ട് ടാക്സ്. റോയൽറ്റീസ് ടാക്സ് അല്ല എന്നുള്ള കാര്യം ഈ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് റോയൽറ്റീസ് വെയർ നോട്ട് ടാക്സ് എന്നുള്ള കാര്യം 2004 സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സുപ്രീം കോടതി ഇന്ന് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിവ്യൂവിനകത്ത് എടുത്ത് പറഞ്ഞൊരു പോയിന്റ് ആണ്, സുപ്രീം കോർട്ട്സ് 9 ജഡ്ജ് ബെഞ്ച് റൂൾഡ് ദാറ്റ് 1989 verdict which classified royalties on minerals as a tax under the MMDR Act was incorrect. അതായത് ഇനി മുതൽ റോയൽറ്റീസിനെ എന്തായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല? ടാക്സ് ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം 89 ആ വിധി വന്നത് റോയൽറ്റീസിനെ ടാക്സ് ആയിട്ട് കണക്കാക്കിയ, അതുകൊണ്ടിട്ടാണ് അതിന് മുകളിൽ ആ റോയൽറ്റീസിന് മുകളിൽ അഡീഷണൽ ചാർജസ് ഒന്നും ഈടാക്കാനായിട്ട് ആർക്ക് അധികാരം നൽകാതിരുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് അധികാരം നൽകാതിരുന്നത്. കാരണം അങ്ങനെ അഡീഷണൽ ടാക്സുകൾ പ്രഖ്യാപിക്കുന്നത് സെസ് ആയിട്ടും അതേപോലെ സർചാർജുകളൊക്കെ ആയിട്ടാണ്. അപ്പൊ അതൊക്കെ അങ്ങനെ അഡീഷണൽ ടാക്സുകൾ പ്രഖ്യാപിക്കാൻ ആർക്കാണ് 89 വിധി അധികാരം നൽകിയത്? സെൻട്രൽ ഗവൺമെന്റ് മാത്രമാണ് വിധി നൽകിയത്. ഇപ്പോൾ നിലവിലെ സുപ്രീം കോടതി വെർഡിക്റ്റ് വന്നിരിക്കുകയാണ്, ആ ഒരു മൈൻസ് ആൻഡ് മിനറൽസ് അമെൻമെന്റ് ആക്ടിനകത്ത് പറയുന്ന കാര്യത്തിൽ റോയൽറ്റീസിനെ ടാക്സ് ആയിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് റോയൽറ്റീസ് ആയിട്ട് ഫീസ് അല്ലെങ്കിൽ അതിനുള്ള ടാക്സ്, അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആർക്ക് പിരിച്ചെടുക്കാൻ സാധിക്കും? സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് അധികാരപരമായിട്ട് ടാക്സുകൾ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി മുതലും സെൻട്രലിന് മാത്രമാണ് മൈനുകളിൽ നിന്ന് അല്ലെങ്കിൽ ക്വാറികളിൽ നിന്നും ടാക്സ് പിരിക്കാൻ അധികാരം എന്നുള്ളൊരു പോയിന്റ് ഇപ്പോൾ എടുത്തു മാറിയിരിക്കുകയാണ്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സുപ്രീം കോടതി വെർഡിക്റ്റിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അത് നമുക്ക് ഈ ഒരു കാണാൻ പറ്റും. ദ കോർട്ട് ഫർദർ ഹെൽഡ് ദാറ്റ് റോയൽറ്റി പെയ്ഡ് ടു ദ സ്റ്റേറ്റ്സ് ബൈ മൈനിങ് ലീസ് ഹോൾഡേഴ്സ് ഇസ് നോട്ട് എ ടാക്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ റോയൽറ്റി ഇസ് നോട്ട് എ ടാക്സ്. റോയൽറ്റി ടാക്സ് അല്ല, റോയൽറ്റി ഇസ് എ കോൺട്രാക്ച്വൽ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ മൈനിങ് ലീസി ടു ദ ലീസർ ഫോർ എൻജോയ്മെന്റ് ഓഫ് മിനറൽ റൈറ്റ്സ്. അതായത് ആ മൈനിങ് ആ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തു നിന്നുള്ള ഈ പറഞ്ഞ പോലെ ബെനിഫിറ്റുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ മൈൻ ചെയ്യുന്ന വ്യക്തി കൊടുക്കുന്ന ഒരു എന്താ പറയാ, ഒരു ലാഭത്തിന്റെ ഒരു വിഹിതം എന്നൊക്കെ പറയുമല്ലേ, അങ്ങനെ ഒരു കാര്യമാണ് ഈ റോയൽറ്റി എന്ന് പറയുവാണെങ്കിൽ. ഇറ്റ്സ് നോട്ട് ടാക്സ് എന്നുള്ള പോയിന്റ് സുപ്രീം കോടതി എടുത്തു പറഞ്ഞു. ആൻഡ് ദ സുപ്രീം കോർട്ട് ഇൻ ദിസ് കേസ് ഇറ്റ് ഹാസ് റൂൾഡ് ദാറ്റ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ സിമെന്റ്സ് ആൻഡ് തമിഴ്നാട് ഗവൺമെന്റ് ഒരു കേസാണ് ഇവിടെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിലൂടെ സുപ്രീം കോടതി എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, ഇനി മുതൽ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റുകൾക്ക് എന്ത് ചെയ്യാം? ടാക്സേഷൻ, മൈനുകളിലും ഒക്കെ തന്നെ ടാക്സുകൾ പിരിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള കാര്യം സുപ്രീം കോടതി എടുത്തു പറഞ്ഞു. ഇതിനെ കമ്പയർ ചെയ്യാണ്ട് സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടുത്തെ
മിനറൽ റിച്ച് സ്റ്റേറ്റുകളായ ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഒഡീഷയും ഒക്കെ തന്നെ നമ്മുടെ നാഷണൽ പെർ ക്യാപിറ്റ ഇൻകത്തിനേക്കാളും താഴെയാണ് അവരുടെ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങൾക്ക് വളർന്നു വരണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്ക് മിനറൽ ലാൻഡുകളെ ടാക്സ് ചെയ്യാനുള്ള അവകാശം കൊടുക്കുകയാണ് എന്നാണ് സുപ്രീം കോടതി ഈ ഒരു വെർഡിക്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യമാണ് ഈ ഒരു ടോപ്പിക്. ഇനി മുതൽ അപ്പം മൈൻസ് ലാൻഡുകളിൽ നിന്നും ടാക്സ് പിരിക്കാൻ ആർക്കും കൂടെ അവകാശം ഉണ്ടാവും, സ്റ്റേറ്റുകൾക്കും കൂടെ അവകാശം ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് റോയൽറ്റി എന്ന് പറയുന്നത് എഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ടീസ്. രണ്ട് പാർട്ടികൾ നമ്മൾ എഗ്രിമെന്റ് ആണ് റോയൽറ്റി എന്നുള്ള കാര്യമൊക്കെ. ഇറ്റ്സ് കോമ്പൻസേഷൻ പോയിന്റ് ഫോർ ദ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് എൻജോയ്ഡ് ബൈ ദ ഗ്യാരണ്ടി. ഓക്കെ, സോ ഇനി നമ്മുടെ അടുത്ത മൂന്നാമത്തെ ടോപ്പിക് ആണ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്റ്റർ ലോഞ്ചസ് റീവാംപ്ഡ് മോഡൽ സ്കിൽ ലോൺ സ്കീം. ഫിനാൻസ് മിനിസ്റ്റർ ആണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ മോഡൽ സ്കിൽ ലോൺ സ്കീം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെയാണ് ഒരു സ്കീമാണ്. 2015 ലോഞ്ച് ചെയ്ത ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് സ്കീം ഫോർ സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ യുവജനങ്ങൾക്ക് സ്കിൽ അപ്ഡേഷൻ കോഴ്സുകളിലൊക്കെ തന്നെ ചേരാനായിട്ട് സാമ്പത്തിക സഹായം നൽകുക, ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് സ്കീം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. കാരണം നല്ല സ്കില്ലുകളുള്ള കോഴ്സുകൾ ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബെറ്റർ എംപ്ലോയ്മെന്റുകൾ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. പക്ഷെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾക്ക് നല്ല ഫീസ് വരുന്നത്, നല്ല എമൗണ്ട് ഫീസ് വരും. അതുകൊണ്ട് തന്നെ ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് സ്കീം ഫോർ സ്കിൽ ഡെവലപ്മെന്റിലൂടെ നമ്മൾ സാമ്പത്തിക സഹായത്തിൽ നൽകി കുട്ടികളെ ഈ പറഞ്ഞാൽ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഇവിടെ നമുക്ക് സാമ്പത്തിക സഹായം കിട്ടുന്ന അപ് ടു 1.5 lakhs, 1.5 ലക്ഷം രൂപ വരെയുള്ള സാമ്പത്തിക സഹായമായിരുന്നു ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് സ്കീമിലൂടെ കിട്ടുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ വളരെ കോസ്റ്റ്ലി ആണ്. 3, 4, 5 ലക്ഷം രൂപയൊക്കെയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1.5 ലക്ഷം കിട്ടിയിട്ട് കൊണ്ട് മാത്രം കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ സ്വാഭാവികമായിട്ടും ഈ സ്കീമുകളിൽ നിന്നും അവൈൽ ചെയ്യുന്ന ലോണിന്റെ എമൗണ്ട് പതുക്കെ കുറഞ്ഞു. കാരണം കുട്ടികൾ അത് അപേക്ഷിക്കുന്നില്ല. കാരണം അപേക്ഷിച്ചാൽ കിട്ടിയാൽ പോലും ഇതുകൊണ്ട് ഈ എമൗണ്ട് കൊണ്ടൊന്നും ആകത്തുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ സ്കീമിലൂടെ ഉൾപ്പെടുത്തി കുട്ടികൾ അവൈൽ ചെയ്യുന്ന ബെനിഫിറ്റ് വളരെയധികം കുറയുകയും ചെയ്യുന്നു. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷമായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ അത് മാത്രമല്ല, ഇത് കൊടുക്കാനായിട്ട് സെലക്ടഡ് ബാങ്കുകൾക്ക് മാത്രമായിരുന്നു ഇത്രയും നാളും ഈ ലോണുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിലെ ഏതൊരു ബാങ്കിനും ഇത് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. അപ്പൊ റീവാംപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റീവാംപ്ഡ് മോഡൽ സ്കിൽ ലോൺ സ്കീം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പൊ ഇതിലൂടെ നിലവിൽ ഇത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്ന ഈ 1.5 ലക്ഷം എന്ന് പറയുന്ന ലോൺ എമൗണ്ട് ഇപ്പോൾ എത്രയിലേക്ക് കയറ്റി 7.5 lakhs, 7.5 ലക്ഷം രൂപ വരെ ലോണുകൾ നമുക്ക് കിട്ടാൻ സാധിക്കും. ഇനി ഇത്രയും നാളും സെലക്ടഡ് ബാങ്കുകൾ എന്നുള്ളത് ഈവൻ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിന് വരെയും അതുപോലെ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്കൊക്കെയും എന്ത് ചെയ്യാൻ സാധിക്കും, ഈ സ്കീം ഉൾപ്പെടുത്തി ജനങ്ങളിൽ ഈ പറഞ്ഞ പോലെ ലോണുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് മെയിൻലി ഇവിടെ വന്നിരിക്കുന്ന മാറ്റം. ഒന്ന് അപ്പർ ലിമിറ്റ് 1.5 ലക്ഷത്തിൽ നിന്ന് 7.5 ലക്ഷം രൂപയായിട്ട് മാറ്റി. പിന്നെ ലോണുകൾ ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള സെലക്ടഡ് ബാങ്കുകൾ എന്നുള്ളത് മാറ്റി. ഇനി മുതൽ ഈ പറഞ്ഞ ഷെഡ്യൂൾഡ് ബാങ്കുകളും അതേപോലെ ഈ പറഞ്ഞ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസും അതേപോലെ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്കൊക്കെ തന്നെ ഈ ലോണുകൾ ഇനി ജനങ്ങൾക്ക് വിതരണം ചെയ്യാനായിട്ട് സാധിക്കും. ഈ വ്യത്യാസമാണ് മെയിൻലി ഈ ഒരു ആർട്ടിക്കിളിനകത്ത് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഫിനാൻസ് മിനിസ്ട്രിയുടെ സ്കീമും കൂടിയാണെന്നുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലേക്ക് വെച്ചേക്കും. ഓക്കെ, ശരി, നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആണിത്. പൊളിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ് ദ ഇംപ്ലിക്കേഷൻ ഓഫ് ഇക്വാളിറ്റി ഇൻ സൊസൈറ്റി ഈസ് ദ ആബ്സെൻസ് ഓഫ് ABC 4 ഓപ്ഷൻ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ UPSC PYQ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ പറഞ്ഞ പോലെ ആ ചോദ്യം മനസ്സിലാക്കി ആൻസർ ചെയ്യുക. കമന്റ് ബോക്സിൽ ആൻസർ രേഖപ്പെടുത്തുക. ഓക്കെ, പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.